divide 100 into 4 parts which are in AP such that product of second and third part is 72 more than the product of other two parts. അപ്പോൾ എ പി എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി മലയാളത്തിൽ. സോ എ പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ എ എന്ന സ്മോൾ ലെറ്റർ ഐ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം, അത് ഡി വെച്ച് സ്മോൾ ലെറ്റർ ഡി. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. ആൻഡ് ദ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആദ്യ പദം. അപ്പം ഒരു എ പി എന്ന് പറയുമ്പോൾ എ പ്ലസ് ഡി, എ പ്ലസ് 2d അങ്ങനെ പോകും. അപ്പോൾ ഇത് 5 ആണെങ്കിൽ 10, 15 അങ്ങനെ പോകും. സോ ഇതാണ് ദിസ് ഫോംസ് എൻ ഇ പി. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിവൈഡ് 100 into 4 parts. സോ 100 പിന്നെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ എ പ്ലസ് ഡി നമുക്ക് എ പിയുടെ ടേംസ് ആയിട്ട് തന്നെ എടുക്കാം. എ പ്ലസ് 2d, എ പ്ലസ് 3d. ഓക്കെ, 100നെ നമ്മൾ 4 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സച്ച് ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡ് പാർട്ട്, അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പ്രോഡക്റ്റ് ഓഫ് സെക്കൻഡ് പാർട്ട്, അതായത് എ പ്ലസ് ഡി ഇതാണ് സെക്കൻഡ് പാർട്ട്. ആൻഡ് തേർഡ് പാർട്ട് എ പ്ലസ് 2d ഇസ് ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട് ഇസ് 72 more than. So plus പ്രോഡക്റ്റ് ഓഫ് അതർ ടു പാർട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് എ ആൻഡ് എ പ്ലസ് 3d. ഓക്കെ, നമുക്ക് അകത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു 2d, 2ad പ്ലസ് ad പ്ലസ് 2d സ്ക്വയർ is equal to 72 plus a into a square plus a into 3d, അപ്പോൾ 3ad. a square plus 2ad plus 3ad, sorry 2ad plus ad, അപ്പോൾ 3ad plus 2d square is equal to 72 plus a square plus 3ad. ഇവിടെ നമുക്ക് എ സ്ക്വയർ പ്ലസ് 3ad, എ സ്ക്വയർ പ്ലസ് 3ad എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സെയിം ആണ്. സോ ക്യാൻസൽ ചെയ്ത് പോകും. 2d സ്ക്വയർ ഇസ് ഈക്വൽ ടു 72. ഇപ്പോൾ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 72/2, therefore is equal to 36. therefore d is equal to 6 എന്ന് കിട്ടും. d is equal to 6 എന്ന് കിട്ടും. അത് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയാൽ അടുത്തത് നമുക്കത് വെച്ചിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അതായത് ഇപ്പം എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d പ്ലസ് എ പ്ലസ് 3d അതായത് ടോട്ടൽ 100 ആണ്. എ പ്ലസ് എ 2a 3a 4a, 4a plus d plus 2d 3d 6d is equal to 100. അപ്പോൾ 4a എന്ന് പറയുന്നത് 100 മൈനസ് 6d ആണ്. അപ്പോൾ 100 മൈനസ് 6 ഇൻറ്റു ഡിയുടെ വാല്യൂ 6 ആണ്.
So 100 minus 36, 64. അപ്പോൾ 4a 64 ആണ്. Therefore a എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ടേംസ്, നമുക്ക് എ എന്ന് പറയുന്നത് എത്ര? 16. a plus d 16 plus 6 22. a plus 2d 16 plus 12 28. a plus 3d 16 plus 18 34. അപ്പോൾ നമുക്ക് എ പി എന്ന് പറയുമ്പോഴത്തേക്കും 16 22 28 34. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. എ പ്ലസ് ഡി എത്രയാണ്? 22 ഇൻറ്റു എ പ്ലസ് 2d 28 is equal to 72 plus 16 into 34. ഇത് നമുക്ക് 11 കൊണ്ട് ഇപ്പോൾ 22 ഇൻറ്റു 28 നമുക്കൊരു 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഇവിടെ ഹാഫ് കൊടുക്കാം, ഡബിൾ കൊടുക്കാം. ഓക്കെ, 22ൻ്റെ ഹാഫ് 11 ഇൻറ്റു 28ൻ്റെ ഡബിൾ 56. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 56 ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 10 ടൈംസ് 56 ആയി. ഇനി 1 ടൈം 56. സോ എത്ര? 616. അപ്പോൾ LHS 616 പ്ലസ് 72 പ്ലസ് 16 ഇൻറ്റു 34. 16 ഇൻറ്റു 34. 34 ഇൻറ്റു 10 340. 34 ഇൻറ്റു 5 അപ്പോൾ 10 5 1 34. 544 എന്ന് കിട്ടും. equal to 616. So LHS is equal to RHS.